പ്രിയപ്പെട്ട നമസ്കാരം. നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് സിയാദ് മുന്നണി ഉസ്താദാണ്. തിരുവനന്തപുരം ജുമാഅത്ത് പള്ളിയിൽ വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് സംവദിക്കാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് സാമൂഹികപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളായാലും മതപരമായും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മതപണ്ഡിതന്മാർ അങ്ങനെ വലുതായിട്ടൊരു ചാനലിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാനും അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാനും ഒന്നും കൂട്ടാക്കാത്തൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. കാരണം മതനേതാക്കളൊക്കെ തന്നെയും പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, ഒന്നും പറയാൻ പറ്റാതെ. അപ്പോൾ തീർച്ചയായിട്ടും ഉസ്താദിനോട് ചോദിക്കാം, നമുക്ക് ബിഗ് ബോസ് താരം കഴിഞ്ഞ പ്രാവശ്യം മദ്രസാ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനവുമായി വന്നിരുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് അത് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണമായ ഒരു ഉത്തരം ജനങ്ങൾക്ക് അറിവില്ലാത്ത കൊണ്ടാവാം, തീർച്ചയായിട്ടും ആ കുട്ടിക്കും അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ മുഖേനയും അതല്ലെങ്കിൽ തന്നെ ഉസ്താദിന്റെ ആ ഒരു ദൗത്യമാണ് അതിനെ തിരുത്തി കൊടുക്കേണ്ടത്, അറിവ് പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഉസ്താദെ, എന്താണ് നമ്മുടെ ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ബിഗ് ബോസിലെ താരം അവർ പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത് സത്യത്തിൽ ലോക മുസ്ലിം സമുദായത്തിന് മുഴുവനും ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന ഒരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ പറയുന്ന സംസാരം, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുള്ള 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ്. ആ മദ്രസയിലെ കാര്യം ഞാൻ ഓർക്കുമ്പം എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു എന്ന് ആരാധകരോട് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സജീവമായിരിക്കുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സംവദിച്ചിട്ടുണ്ട്. എനിക്ക് ആ മോളോട് പറയാനുള്ളത്, അവർക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് അതിനെ സംബന്ധിച്ച് ഒരു അറിവില്ല. മദ്രസ പഠനം എന്ന് പറയുന്നത് ഒരു കലാലയമാണ്, ദീനിന്റെ കലാലയമാണ്. ഏത് കലാലയമാണെങ്കിലും അവിടെ പഠിപ്പിക്കുന്നത് അറിവാണ്. അറിവ് പകരുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാതലായ ഭാഗം. അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പരിശുദ്ധ ദീൻ തന്നെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തന്നെ, ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഹയാത്തുൽ ഇസ്ലാമാണ്, ഇസ്ലാമിന്റെ ജീവനാണ്. ഒരു ഇസ്ലാം വളർന്നു പോകേണ്ടത് ഇൽമിൽ കൂടിയാണ്, അറിവിൽ കൂടിയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് മുസ്ലിം പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇൽമു, അറിവ് എന്നുള്ളത് അത് ഏത് അറിവാണെങ്കിലും, പ്രത്യേകിച്ച് പാരത്രികമാകുന്ന അള്ളാഹെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിലാക്കുന്ന, സ്വർഗത്തെപ്പറ്റി മനസ്സിലാക്കുന്ന, നരകത്തിന്റെ തീവ്രതയെ മനസ്സിലാക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ അത് മനസ്സിലാക്കുന്ന, അള്ളാഹു എന്ന് പറയുന്ന നമ്മെ പടച്ച് സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവാധിപതിയും സർവേശ്വരനും സർവജ്ഞനുമായ റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വചരാചര വസ്തുക്കളെയും പോറ്റി വളർത്തുന്ന ഊർജവും വളവും തരുന്ന നമ്മുടെ നാഥൻ, ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പൊ ആ അള്ളാഹുവിനെ മനസ്സിലാക്കുക, അതല്ലെങ്കിൽ നാഥന ദൈവത്തിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതൊരു അറിവിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ മദ്രസയുടെ, ഇപ്പം പലരും സോഷ്യൽ മീഡിയയിൽ പലരും വന്ന് എല്ലാവർക്കും കുത്താൻ പറ്റുന്ന ഒരു ഇതമാക്കി, വിമർശിക്കാൻ പറ്റുന്ന ഒരു ഇതാക്കി ഇസ്ലാം മതം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്ലാം മതത്തിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സംസാരിക്കുമ്പം ചിലതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നു, മറ്റു ചിലതിന് മറുപടി. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ, ഒരു സഹോദരി സത്യത്തിൽ അത് വാർത്ത കണ്ടപ്പോൾ എനിക്ക് വളരെ ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ആ സഹോദരി ജിഹാദിനെ സംബന്ധിച്ച്, ജിഹാദ് എന്താണ്, ഇവിടെ ഇപ്പം സഹോദര സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മുസ്ലിമിന്റെ വൈരികൾ, ഇസ്ലാമിന്റെ ശത്രു സമൂഹം, ജിഹാദ് എന്ന് പറയുന്നത് യുദ്ധമാണ്, സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് യുദ്ധം ചെയ്യലാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറയുന്ന അദ്ദീൻ യുസ്റുൻ എന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ആർക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇസ്ലാം സംവിധാനം. അതിന്റെ കൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത്, അതിന്റെ പ്ലാറ്റ്ഫോം മുമ്പോട്ട് വെക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതുപോലുള്ള ചില സഹോദരിമാര്, ആ മോൾക്ക് ഒന്നെങ്കിൽ അവര് സമ്പത്ത് പോലും വാങ്ങിച്ചിട്ട് ഇസ്ലാമിനെ, നമ്മുടെ ജാമിദ ടീച്ചറും മറ്റൊക്കെ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് റീച്ച് കിട്ടാനും, ഇനിയിപ്പം അങ്ങനെ ഒരു സ്വന്തം സമുദായത്തിൽ നിന്ന് നെഗറ്റീവായി ഇസ്ലാമിനെ ഇങ്ങനെ പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യാനും ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകളാണ്. ഇസ്ലാമിനെ എതിര് വരുമ്പോൾ ഒരുപാട് ആരിഫ് പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് കടക വിരുദ്ധമായി സംസാരിക്കുന്നു. അതുപോലെ പലരും ഈ ദീൻ പഠിച്ചവരും, ഒരു ഹുദവി തന്നെ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിശുദ്ധ ദീനിനെ, ഈ അള്ളാഹ് എന്ന് പറയുന്ന, പടച്ച റബ്ബ് എന്ന് പറയുന്ന, അള്ളാഹു എന്ന് പറയുന്ന ഒരു ഇസ്മ, പടച്ചവൻ ഇസ്മ, ആ ഇസ്മ മുസമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്ന് നമുക്ക് ഈ ലോകം തന്നെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹ് എന്ന് പറയുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അത് പലതരത്തിൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ വിദ്യാർത്ഥിനി പറഞ്ഞത് ഒന്നെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഇസ്ലാമിന്റെ വൈരികളിൽ നിന്നും സമ്പത്ത് ലാക്കാക്കിക്കൊണ്ട് ആയിരിക്കും അവരെന്തിക്കുന്നത്, അതിനെ അങ്ങനെ തീർച്ചയായിട്ടും. കാര്യം പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇസ്ലാം, സത്യം പറഞ്ഞാൽ ഇസ്ലാമികമായ ആ ആദർശം, തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതം ആർക്കും പ്രശ്നമില്ല, പക്ഷെ അതിലെ ആദർശങ്ങൾ
കള്ളിനെതിരെയും അല്ലെങ്കിൽ വ്യഭിചാരം അതേപോലെ തന്നെ ബിസിനസ് മേഖലകൾ ഏതായാലും, അതായത് പാർട്ടി ഭരണം പോലെയാണെങ്കിൽ തന്നെയും അതും കറക്റ്റായിട്ട് തന്റെ ഉത്തരവാദിത്വം ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ തടസ്സം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ ആ ഒരു ആദർശങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ആ മോളോട് എനിക്ക് പറയാനുള്ളത്, മോളെ നീ മദ്രസയിൽ പഠിപ്പിക്കുന്ന എന്താണ്? അള്ളാഹിനെ പറ്റി പഠിപ്പിക്കുന്നു, അവന്റെ ദൂതരായ അവന്റെ ആബിദായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഉമ്മയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു, ഉപ്പയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുന്നു, അതുപോലെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു, തന്റെ സഹോദരന്മാരോട് എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നു, വാപ്പ ഉമ്മയോട് എങ്ങനെയാണ് ഗുരുനാഥന്മാരോട് എങ്ങനെയാണ് പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല അത് പഠിപ്പിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യധാരയിൽ നിന്ന് അത് ചെയ്യണമെന്ന് വളരെ ആഹ്വാനം ചെയ്ത് അതിനെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ആ മോക്ക് എവിടെയാണ് അവക്ക് ദേഷ്യം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് കുട്ടികൾ ഇന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. കാര്യം നമ്മുടെ ഈ മുസ്ലിം നാമധാരികളും ആയിക്കൊണ്ട് ചിലപ്പോൾ അവരുടെ ഉമ്മ തലമറയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തലമറയ്ക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന മക്കള് ഒരുപക്ഷെ ആ കുട്ടിയുടെ തലയിൽ, മുസ്ലിം കുട്ടിയാണ് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലയിൽ തുണിയിടും. അപ്പൊ ആ കുട്ടിക്ക് ആ മതം അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് ഒരു വിമർശന ബോധമായി. അല്ല, അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം മൊത്തത്തില് ഈ ഉസ്താദന്മാര് ഒരു കല്യാണം നോക്കുകയാണെങ്കിൽ ഇപ്പം പെണ്ണ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരുടെ ബീവിയായിരിക്കും പറഞ്ഞാൽ പർദ്ദ ഇടണം, ബുർഖ ഇടണം, അതുപോലെ തലമറന്ന് നിൽക്കണം, അതുപോലെ ഇസ്ലാമിന്റെ. അപ്പൊ അവളതിനകത്ത് പറയുന്ന ആ ഒരു പൂർണ്ണമായി നിൽക്കുന്നില്ല അവര്. അതായത് ഇപ്പൊ ഞാൻ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ എനിക്ക്, അതായത് അവൾ പരിശുദ്ധ ദീൻ പറയുന്ന ഒരു മതിൽക്കെട്ടാണ്, ഒരു പ്ലാറ്റ്ഫോം സേഫ്റ്റിക്ക് കൊടുക്കുന്നതാണ്. അതായത് മോളെ പിന്നെ തലമറയ്ക്കണം, അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ തൊട്ട് പെണ്ണ് മറയണം എന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയാണ്. പർദ്ദ തന്നെ അവരുടെ സേഫ്റ്റിയാണ്, മൂടുപടം എന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയാണ്. അപ്പൊ അത് ആരോടാണ് പറയുന്നത്? അത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളോട്, അതായത് സത്യവിശ്വാസിനിയായ പെണ്ണുങ്ങളോടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ സംവദിക്കുന്നത്. അപ്പൊ അത് ഒരു പക്ഷേ അവർക്ക് ഇപ്പം തലമറയ്ക്കുന്നതും അതുപോലെ തന്നെ പർദ്ദ ധരിക്കുന്നതും ബുർഖ ധരിക്കുന്നതും അവർക്ക് വെറുപ്പായിരിക്കും. അവർക്ക് തുറന്നിട്ട് അന്യപുരുഷന്മാരെ അവരിലേക്ക് ആകർഷണീയമായ നിലയിൽ നടന്നാൽ മാത്രമേ ഇന്നിപ്പം റീച്ച് കിട്ടുകയുള്ളൂ. അതിലേക്ക് മടങ്ങുന്നത്. അപ്പൊ അല്ലെങ്കിൽ അതിനു വേണ്ടി ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ, ഇസ്ലാം ഇങ്ങനെയാണെന്ന് കരിവാരിത്തേക്കാൻ, അതിൽ ആ സഹോദര സമ്മേളനപ്പെട്ട് പറയുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർ ഒരു 10 മിനിറ്റോളം പറയുന്നത്. അതിനെപ്പറ്റി ജിഹാദ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി അതിനകത്തെ സമ്മതിക്കുന്നുണ്ട്. അപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധമാണ്. മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ കൊല്ലുക, വെടിവെക്കുക, വെട്ടുക എന്നൊന്നും ഇസ്ലാമിലില്ല. തീർച്ചയായിട്ടും അതിനകത്ത് മെയിനായിട്ട് മുത്തനബി പറഞ്ഞ എന്താണ്? അക്രിം ജാറക്ക വലോക്കാന കാഫിറ. അതായത് നിന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് നിന്റെ അയൽവാസിയെങ്കിൽ അവനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ദീനാണ് പരിശുദ്ധ ദീൻ. അപ്പം ഇങ്ങനെയുള്ള ദീനിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ദീനിനെ കരിവാരി തേച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലേക്ക് കുറേ സ്ത്രീകൾ, അതായത് ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട്, ഇസ്ലാമിന്റെ നാമം വെച്ചിട്ട്, ആ പേര് വെച്ചിട്ട് ഒന്നെങ്കിൽ അവരെയൊക്കെ നന്നാക്കണം, എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ നന്നാക്കണം, അല്ലെങ്കിൽ അവരുടെ വാപ്പമാർ നന്നാക്കണം. ഇതിനൊന്നിനും പെടാതെ അവരുടെ സ്വന്തം ഇഷ്ടം, തന്നെ ഇഷ്ടം ഇതായി സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ സമൂഹ മധ്യയിൽ പ്രസിദ്ധമാകാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് എന്താണ് ചീഞ്ഞാൽ ഒന്നിന് വളവാകുന്നത് പറയുന്ന പോലെ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിക്കും. പക്ഷെ പരിശുദ്ധ ദീനിനെ പറ്റി നമ്മൾ കൃത്യമായും നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ദീൻ പോലെ എല്ലാ മതത്തിനും അതിന്റെ കൺസെപ്റ്റും അതിന്റെ കാഴ്ചപ്പാടും ഉണ്ട്. അതിലുപരി പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് വലിയ കാഴ്ചപ്പാടാണ്. അപ്പം അതുകൊണ്ട് വിനയത്തോടി ഈ വിനയനായ എനിക്ക് സംസാരിക്കാനുള്ളത്, ഏത് മതവും ആ മതത്തിന് അതിൻ്റെതായ അച്ചടക്കവും അതിൻ്റെതായ മതിൽക്കെട്ടും അതിൻ്റെതായ രഹസ്യ സ്വഭാവവും ഒക്കെ ഉണ്ട്. അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലിട്ട് ദയവ് ചെയ്ത് അതിനെ വികൃതമാക്കരുതെന്നാണ്. അതെ, അങ്ങനെ വികൃതമാകുന്നതിന് എന്റെ ഒരു വീക്ഷണത്തിൽ ഒരു 3 കാരണങ്ങളാണ്. കാരണം ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പള്ളി കമ്മിറ്റികളുണ്ട്. അത്യാവശ്യം നമുക്ക് ഉസ്താദ് ഒരു പ്രസ്ഥാനത്ത് ഇരിക്കുകയാണ്, പല ഉസ്താദന്മാരെയും വിളിച്ചിട്ട് ഈ പങ്കെടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ചിലപ്പോൾ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും സത്യസന്ധമായ സ്ഥാനത്തേക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലഘട്ടം എന്റെ ദീനൊക്കെ പറന്നു പോകും, അതേപോലെ തന്നെ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന ഒരു തീപ്പൊരി കൈ പിടിക്കുന്ന രീതിയിലായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിന്ന് ഈ പള്ളി കമ്മിറ്റികളാണെങ്കിലും പല ആൾക്കാരും അതിന്റെ പ്രത്യേകിച്ച് ഈമാൻ കാര്യം, ഇസ്ലാം കാര്യമൊക്കെ പഠിച്ചിട്ട് വേണം അത്യാവശ്യം ഒരു പള്ളി പ്രസ്ഥാനത്തിലേക്ക് ഇരിക്കാനെന്നുള്ള. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഉസ്താദിന് എന്താ പറയാനുള്ളത്? അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആമനബില്ല, അള്ളാനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. പരിപൂർണമായും അള്ളാഹുവിനെ, ആരാണ് അള്ളാഹ്? പടച്ചറബ് ആരാണ്? അള്ളാഹുവാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് എന്നെ നോക്കുന്നത്, അള്ളാഹുവാണ് എനിക്ക് മറ്റുള്ള സംവിധാനം ചെയ്യുന്നത്, അള്ളാഹാണ് എല്ലാം, അള്ളാഹാണ് എല്ലാത്തിന്റെയും അധിപൻ, അള്ളയാണ് എന്നെ ഉറക്കുന്നത്, എന്നെ ഉണർത്തുന്നത്, എനിക്ക് ഭക്ഷണം തരുന്നത്, മക്കളെ തരുന്നത്, വീട് തരുന്നത്, എല്ലാം അള്ളാഹുവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഈമാൻ, ഒരു വിശ്വാസം ഉള്ള ആൾ. ഇനമ മസാജിദ് ആമനബില്ല വലിയ അതുപോലെ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നതാണ്. അപ്പം ഈ പറയപ്പെടുന്ന ഒരു വിശ്വാസമില്ലാത്തവർക്ക് ഒരു കാരണവശാലും പള്ളി പരിപാലന സമിതിയിൽ എത്താൻ ഒരിക്കലും. വിശ്വാസം വളരെ പ്രധാനമായി പറയുന്നതാണ്. പിന്നെ അതോട് ചേർത്ത് അല്ല പറയുന്നത്
അപ്പോൾ വക്കാമസ്വല വാത്ത സക്ക വലമിഷ, അതുപോലെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളാകണം, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്. എന്നിട്ട് അവസാനം അള്ളാഹു അവിടെ നിർത്തുന്നത് വലം യഹ്ഷ ഇല്ലല്ലാ, അള്ളാഹ് അല്ലാത്ത ആരെയും പേടിക്കാത്ത ആളാണ്. പേടിക്കുകയാണെങ്കിൽ അവൻ ആരെ മാത്രമേ പേടിക്കാവൂ? റബ്ബിനെ മാത്രമേ, അവന്റെ സംരക്ഷകനായ അള്ളാഹു എന്ന് പറയുന്ന ജല്ല ജലാലുഹു സുബ്ഹാനഹു തആലയെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത മറ്റാരെയും പേടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളാകണം പള്ളിയുടെ സംവിധാനങ്ങളിലേക്കും പരിപാലനത്തിലേക്കും ഒക്കെ വരേണ്ടത്. അപ്പം അവൻ എടുക്കുന്ന ഏത് തീരുമാനവും അള്ളാഹുവിനെ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്ക് വേണ്ടിയോ ഒക്കെ വരുന്നത്. ഇപ്പം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ ഉസ്താമാരെ അന്നേരം അവിടെ നിന്ന് മാറ്റി വായിക്കുകയാണ്. കള്ളുകൂടിയെ പറ്റി പറഞ്ഞാൽ ഉസ്താനെ പിറ്റേച്ചൊരു എഡിറ്റ് എന്ന് പറയാം, ഇന്നൊരു പൊതുയോഗം ഉണ്ട്, ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് ഉസ്താനെ കത്ത് കൊടുത്തു അല്ലെങ്കിൽ മറ്റുള്ള കാര്യം പറഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് നല്ല നിലയിൽ കമ്മിറ്റി പരിപാലന സമിതി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സംവിധാനങ്ങളും വലിയ മഹലുകളും അതിന്റെ പ്രതിനിധികളും. അതെ, പിന്നെ നമുക്ക് ഈ ഓൺലൈൻ, അതായത് കോവിഡ് മുതലാണ് ഇങ്ങോട്ട് എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളായത്. അതായത് സ്കൂളിലെ പഠനങ്ങളാണെങ്കിലും മദ്രസ പഠനങ്ങളാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഖുർആനും അല്ലെങ്കിൽ അതേപോലുള്ള ക്ലാസ്സുകളും ഒക്കെ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൺലൈൻ ആകുമ്പോൾ ഒരു വിഷയം, ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ നബിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് നേരിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയാണ് നമുക്ക് ഇസ്ലാം നമ്മളിലേക്ക് വന്നത്. പക്ഷേ ഇത് ഗുരുമുഖത്തു നിന്ന് പഠിക്കാതെ ഓൺലൈനിൽ കൂടി പഠിക്കുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ഒരു കുട്ടിക്ക് തന്നെ മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന്റെ പേരിൽ ഗുരുമുഖത്തു നിന്ന് തന്നെ കറക്റ്റ് പഠിക്കേണ്ടതിന് പകരം ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ അതിനെ ബിസിനസ് വൽക്കരിക്കുന്ന ഒരു കാലഘട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു ഒരർത്ഥത്തില്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള സമുദായങ്ങൾ ഇതിന്റെ അർത്ഥങ്ങൾ, അതായത് ഇതിന്റെ എന്താണ് ഇത് കൽപ്പിക്കുന്നത് എന്നുള്ള വാസ്തവങ്ങൾ അറിയാതെ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള ജിഹാദ്, അതേപോലെ നമ്മുടെ മതത്തിനെ വാരിയെടുത്തിട്ട് അലക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ കൂടുതലും അങ്ങനെ ഒരു വിപത്തിനെ നമ്മൾ മതത്തിലേക്ക് കൊണ്ടുവരില്ലേ? യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, ഈ ഓൺലൈൻ സംവിധാനം ഒന്നുമല്ല. ഈ പരിശുദ്ധമാർന്ന ഖുർആൻ, ഈ ഖുർആന്റെ പരിഭാഷ, ഈ ഖുർആന്റെ പരിഭാഷ പുറത്ത് ഇറങ്ങിയതിന് മുതലാണ് ഈ ആളുകളിൽ അത് ഈ പരിഭാഷ അത് പലരും അത് മിസ്യൂസ് ചെയ്യുകയാണ്. പരിഭാഷയിൽ പറയുന്നപ്പോൾ പരിഭാഷ ഇപ്പൊ ആർക്കും എഴുതാം, ആർക്കും എഴുതി വിടാം. പക്ഷെ അതിൻ്റെതായ അത് നമ്മളൊരു ആയത്ത് തന്നെ നമ്മൾ തഫ്സീർ ചെയ്യുമ്പം ഇതിന്റെ ഒരു മാന കൊണ്ട് മാത്രമല്ല, അതിന് തഫ്സീർ, അതിന് വിശദീകരണം പറയുന്ന മഹത്തുക്കളായ ഇമാമിങ്ങളുണ്ട്. ആ ഇമാമിങ്ങൾ പറയുന്ന ആ പറയുന്ന വാക്ക് നമ്മൾ പൂർണ്ണമായും അതും കൂടി ചേർത്തിട്ട് വേണം ഒരു ഖുർആന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ആയത്തിന് അതിന് തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തോന്നുന്നില്ല ഓരോരുത്തർക്ക് അവരവർക്ക് വരുന്ന കാഴ്ചപ്പാട്. അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ മതത്തിനെ ഇന്ന് മറ്റുള്ളവരെ ഏൽപ്പിച്ച് ചെയ്യുന്നതാണുള്ള ഏറ്റവും വലിയ കാര്യം. ഈ പരിഭാഷ ചിലർ വായിക്കുന്നു, അവരതിന് മുന്നു വായിക്കുന്നില്ല, അല്ലെങ്കിൽ ശേഷം വായിക്കുന്നില്ല, ഇടയിൽ നിന്നൊരു ഭാഗം എടുക്കുന്നു, എന്നിട്ട് കട്ട് ചെയ്യുന്നു, അതിന് പറയുന്നു, ഇതാക്കുന്നു. ഇത് ഇങ്ങനെയാണ് ഇസ്ലാം. അതായത് ദീനിനെ പറ്റി പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പൊ ഈ പഠനം ഏത് മാർഗമാണ് കുഴപ്പമില്ല, പഠിക്കുന്നത് ഏത് മാർഗമാണെങ്കിലും ഇപ്പം മുന്നിലെന്നല്ലേ ഉള്ളൂ. ഇപ്പം ഒരു വേറെ മതമാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പം ഇത് പറയുന്നു, ഇതിപ്പം വേറെ, അപ്പം അതിപ്പം അതിനകത്ത് കഥ അത് വലിയ വിഷയമല്ല, അതങ്ങനെയും പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഠിക്കുന്നതിന് അതിന് വിരോധമില്ല. പക്ഷെ നമ്മൾ ഇന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കരിവാരി തേക്കപ്പെടുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ദീനെ പറ്റി ശക്തമായി പഠിക്കാതെ അവിടെ ഇവിടെയും കാണുന്നത്. അതായത് ഈ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ അതിന്റെ മുകളിൽ പറഞ്ഞതും ശേഷം പറഞ്ഞതും ഒന്നും നോക്കാതെ, അതായത് നമ്മുടെ പുത്തനാശയക്കാര് മൗലിദ് ഓതിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഹിജ്റ 300 മൗലിദ് മുമ്പ് അതിന്റെ അല്ലെങ്കിൽ ശേഷം അതിന്റെ പ്രാധാന്യവും മൗലിദ് ഓതിന്റെ മഹത്വവും അതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പരിഭാഷകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാം തകരാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഈ പറയപ്പെടുന്ന ഇപ്പം സോഷ്യൽ മീഡിയ സംസാരിച്ച ഒരു മോളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ വിഷം കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും അവർക്കൊക്കെ ഇവിടുന്നൊക്കെയോ കുരുത്തക്കേട് വാങ്ങിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവരുടെ മുജമ്മം നഷ്ടപ്പെട്ട് ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്കാണ് അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം ഇന്നത്തെ കുട്ടികൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ MDMA അടിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടുവിടുന്ന ഒരു പ്രോസസ്സൊന്നും പണ്ടുള്ള കുട്ടികളിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവം ഒരുപാട് അങ്ങ് കൂടിപ്പോയപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെടുക, അതേപോലെ തന്നെ MDMA അടിക്കുക, അതേപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒന്നും ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകം വേറൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാര്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെയും പല കുട്ടികളും ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് എന്താണ് ഉസ്താദിന് പറയാൻ? അത് താങ്കൾ പറഞ്ഞതുപോലെ മാതാപിതാ ഗുരു ദൈവം അത് തന്നെയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞാൽ എന്താ? മാതാവ് പിതാവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ മാതാവ് പിതാവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, പിതാവ് ഗുരുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവന്റെ ഗുരു ആരാണെന്നുള്ളത് പിതാവാണ് കാണിച്ചു കൊടുക്കുന്നത്, ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഇപ്പൊ മാതാവ് എന്ത് ചെയ്യുന്നില്ല, പിതാവിനെ കാണിച്ചു കൊടുക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പിതാവ് ഗുരുവിനെ കാണിച്ചു കൊടുക്കാത്തൊരവസ്ഥ, ഗുരു ദൈവത്തെ, ഇപ്പൊ ബാക്കി ചിലപ്പോൾ ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും.
ഇങ്ങനെ വരുന്ന, അതായത് നമ്മുടെ ഈ ജീവിച്ചു വരുന്ന ചുറ്റുവട്ടം, അതിന്റെ ആ ഒരു അച്ചടക്കമില്ലായ്മ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്, എല്ലാ കാര്യങ്ങളും ബിസിനസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാര്യം വിദ്യാഭ്യാസം തന്നെ, പണ്ടൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ആ ഡോക്ടർ നമുക്ക് വിലയിരുത്തി ഓക്കെ ചെയ്തു തരും, അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത്. പക്ഷെ ഇന്ന് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് വിദ്യാഭ്യാസം തന്നെ പല മേഖലയിലേക്ക് ഓരോ ബാച്ചായിട്ട് മുറിച്ചിട്ട് അതിന് ബിസിനസ് ചെയ്യുന്നു. ഹോസ്പിറ്റലിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ല, പ്രത്യേകം അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവിടെ ചെന്ന് കാണുക. അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളും ഇന്ന് AC വൽക്കരിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഇതിലേക്ക് കടന്നു വരുന്നതുകൊണ്ടല്ലേ ഏകദേശം ഒക്കെ നമ്മുടെ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ മാറാനുള്ള ഒരു സാഹചര്യം വരുന്നത് ഒരുപക്ഷെ എങ്ങനെയല്ലേ താന്റെ വീക്ഷണത്തിൽ? അല്ല, ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ അറിയാമല്ലോ, ഇപ്പൊ എല്ലാം ഒരു ബിസിനസ് ആണ്. തീർച്ചയായിട്ടും മൊത്തത്തിലൊരു ബിസിനസ് ആണെങ്കിലും ഈ പറയുന്ന, ഇപ്പൊ അതായത് യഥാർത്ഥത്തിൽ ആ മോള് പറയുന്നത് ശരിയാണോ? അപ്പൊ ഈ കേൾക്കുന്നത് വിചാരിക്കുന്നത് അതാണ് മദ്രസ പഠിപ്പിക്കുന്നത്. എന്നാൽ മദ്രസയുടെ അച്ചടക്കവും മദ്രസയുടെ വിശുദ്ധിയും മദ്രസയുടെ പിന്നെ മുതൽക്കൂട്ടും മദ്രസയുടെ എന്തൊക്കെയാണ് മദ്രസ പഠിപ്പിക്കുന്നത്? മദ്രസ എന്ന് പറയുന്ന ഒരു കലാലയം ഇല്ലെങ്കിൽ, ഞാൻ മദ്രസ പഠിച്ചാണ്, ഞാൻ മദ്രസ പഠിച്ചതാണ് എൻ്റെ ഉമ്മയെ എനിക്ക് നല്ലോണം നോക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാപ്പയെ എനിക്ക് നല്ലോണം നോക്കാൻ കഴിയുന്നത്, എൻ്റെ ഉമ്മയും വാപ്പയുമാണ് എനിക്ക് സംവിധാനം ചെയ്ത് നോക്കാൻ കഴിയുന്നത്. ഏതാണ്? ഞാൻ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. എനിക്ക് തരുന്ന അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നത്, ഈ പറഞ്ഞ മാതാപിതാ, എൻ്റെ ഉമ്മ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ പിതാവിനെ കാണിച്ചു തന്നു, എൻ്റെ പിതാവ് എൻ്റെ ഗുരുവിനെ കാണിച്ചു തന്നു, എൻ്റെ ഗുരു എൻ്റെ ദൈവത്തെ കാണിച്ചു തന്നു. ആ ഒരു കാഴ്ചപ്പാടിൽ കൂടി ഞാൻ മുന്നോട്ട് ചരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചരിക്കുന്നത് കൊണ്ടാണ് അതിനെനിക്ക് പ്രാരംഭമായത് എൻ്റെ മദ്രസയുടെ കലവറ തന്നെയാണ്. ഞാൻ പഠിച്ച, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും കൊണ്ട് വിട്ട ഒരു ആദ്യ അക്ഷരം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരുനാഥൻ അതാണല്ലോ. നമുക്ക് ആദ്യ അക്ഷരം പഠിപ്പിക്കുന്ന ആ ഗുരുനാഥൻ, അല്ലെങ്കിൽ അത് നമ്മളൊരു 5, 6, 7 വർഷം മദ്രസയിൽ പഠിച്ചിട്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ നമ്മൾ മദ്രസ പഠിച്ചു. ആ മദ്രസ പറയുന്നത് ആ കലവറ, അല്ലെങ്കിൽ ആ മദ്രസയുടെ ആ പഠനമുറി, അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ജീവിതം, ഒരു ജീവിതത്തിന് തുടക്കമുണ്ടാകുന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി ഇങ്ങനെ വികൃതമാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കണ്ടത്. ആ ബേസ്മെന്റ് ഇന്ന് പല രക്ഷിതാക്കളും മതപഠനം ഒരു അരോചകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഒരിക്കലും അങ്ങനെ പറഞ്ഞു. കാര്യം ഒരു 10ാം ക്ലാസ് വരെ ആ കുട്ടിയെ വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. 10ാം ക്ലാസ് വരെ എന്നല്ല, അത് നമ്മൾ മാതാവിനെ പിതാവിനെ കുറ്റം പറയല്ലോ. ഒന്നെങ്കിൽ ഇപ്പൊ ഇന്ന് പറയപ്പെടുന്ന, ഇന്നിപ്പം ഒന്നും മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കാരണം അവരെ എന്തെങ്കിലും ഒരു കേസിൽപ്പെടുത്തി അകത്താക്കുന്ന, അല്ലെങ്കിൽ പോക്സോ കേസ് വഴി അകത്താക്കും. ഇപ്പൊ ഒരു അധ്യാപകൻ, ഇപ്പം ഈ മോളെ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകന് എന്തെങ്കിലും അവളോട് അതിന്റെ നിലയിൽ സംസാരിക്കണോ, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടും. അതുകൊണ്ട് പേടിച്ചിന്ന് എല്ലാവർക്കും പേടിയാണ്, മൊത്തത്തിൽ ഇന്ന് പേടിയാണ്. ഇന്ന് ശിക്ഷണം ഇരുന്ന് ശിക്ഷിക്കാൻ കഴിയുന്നില്ല. ഒരു കുട്ടിയെ നല്ല നിലയിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നില്ല. അത് വാപ്പയ്ക്കും കഴിയുന്നില്ല, ഉമ്മയ്ക്കും കഴിയുന്നില്ല. അത് മതപഠനത്തിലാണെങ്കിലും മറ്റുള്ള നല്ല നിലയിൽ ശിക്ഷണം കൊടുത്ത്, നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞില്ല, യുക്കുവൽ വലതും ഇല്ലാതെ ദർബിനെന്നാണ്. അത് കുട്ടിയെ അടി കൊടുക്കാൻ നന്നാവില്ല, കുട്ടിക്ക് ഒരു ശിക്ഷണം കൊടുക്കണം. അടി എന്നുള്ളത് ശിക്ഷണം കൊടുക്കണം, കുട്ടിക്ക് ഒരു തർബിയത്ത് കൊടുത്താൽ മാത്രമേ കുട്ടി കൃത്യമായി നല്ലൊരു ദിശയിൽ കൂടി മുന്നോട്ട് വരികയുള്ളൂ. അപ്പൊ അത് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ സംവിധാനങ്ങൾ ഒരുങ്ങുന്നതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിൻ്റെ നല്ല നിലയിൽ, അതിന്റെ അച്ചടക്കത്തോടു കൂടി എന്താണ് ദീന്, എന്താണ് മദ്രസ, അല്ലെങ്കിൽ എന്തിനാണ് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ മാതാപിതാക്കളുടെ ബഹുമാനം, അവിടെ ഉമ്മയോടുള്ള ബഹുമാനം, അവിടെ വാപ്പയോടുള്ള ബഹുമാനം, അവിടെ നമ്മുടെ അയൽവാസികളോടുള്ള ആദരവ്, നമ്മുടെ അയൽവാസികളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, കൂടപ്പുറപ്പിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വേണ്ട ഏതെല്ലാം, അതുപോലെ കള്ളു കുടിക്കരുത്, ചീട്ട് കളിക്കരുത്, ചൂതാട്ടം നടത്തരുത്, നിങ്ങൾ നല്ലവരുമായി പെരുമാറണം, നല്ലവരെ നമ്മുടെ കൂട്ടുകാരെ വേണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരോട് കരുണ കാട്ടണം എന്ന് വേണ്ട ഏതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ, അവന്റെ പ്രാരംഭം തൊട്ട് അവസാനം വരെ, അല്ലെങ്കിൽ അവന്റെ തൊട്ടിൽ നിന്ന് അവൻ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പ്രസവിച്ച് വീഴുന്ന ആ ടൈം തൊട്ട് അവൻ മരണക്കടലിൽ എത്തുന്നവരെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം, എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, എന്ത് നടന്നുകൂടാ, എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് അതിന് പ്രതിഫലം കിട്ടുന്നത് എന്ന് വേണ്ട അങ്ങനെയുള്ള ഒരു കാര്യത്തെ വരെ ഇന്ന് പഠിപ്പിക്കുന്നത് ആ കലാലയം അവർക്ക് ലജ്ജയാകുന്നു, നാണമാകുന്നു, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുമ്പോൾ എവിടുന്ന് ഒരു നല്ല ഒരു കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്കതിൽ ഇത് മനസ്സിലാക്കാനുള്ളതും പറയാനുള്ളത്. അതെ, അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ഒക്കെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന, വാർഡിലെ ഓരോ ടീമിനെയും തിരഞ്ഞെടുക്കുന്ന ഒരു നിമിഷമാണ്. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയ വീക്ഷണത്തിൽ, അതായത് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഏതൊരു പാർട്ടികൾ, ഇപ്പം BJP ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും SDP ആണെങ്കിലും എല്ലാവരും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ചില പാർട്ടികൾ അതിനകത്ത് അക്രമം പൊട്ടിപ്പുറപ്പെടുവിക്കുകയും അതിലെ കുറച്ച് വ്യക്തികൾ മാത്രം, അതായത് എല്ലാവരും ഇല്ല, പാർട്ടികളെല്ലാം മനുഷ്യന്റെ നന്മയ്ക്കായിട്ടാണ് എങ്കിൽ തന്നെയും ചില ആൾക്കാർ ഒരു മനുഷ്യന്റെ മതത്തെ കടന്ന് ആക്രമിക്കുക, അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വം അങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ പാർട്ടിയെ മനുഷ്യരിൽ നിന്ന്, ഇപ്പം SDP അല്ലെങ്കിൽ LDF BJP അങ്ങനെയുള്ള കുറച്ച് പാർട്ടികൾ അക്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അവരെ സത്യം പറഞ്ഞാൽ ഒരു ശത്രുപക്ഷത്തിന്റെ ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ ആ സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമാണ്. അപ്പൊ ഒരു മതപണ്ഡിതൻ എന്ന വീക്ഷണത്തിൽ ഉസ്താദിന് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇത്
വലിയൊരു ചോദ്യമാണത്. വലിയ ചോദ്യമാണ്. അതായത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലായിടും ഇപ്പൊ വാർഡ് തലത്തിലാണ് ഇപ്പൊ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനം അർഹിക്കുന്ന ആളെന്നാണ്. ആളുടെ സ്ഥാനാർത്ഥി സ്ഥാനം അർഹിക്കുന്നത് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് അവർ പ്രയത്നിക്കുന്നത്. അല്ലെങ്കിൽ ആളെ പോയി കാണുന്നു, എനിക്കൊരു വോട്ട് തരണമെന്ന് വളരെ കെഞ്ചി എനിക്കൊരു വോട്ട് തരണം, അല്ലെങ്കിൽ എന്നെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനാർത്ഥി പദത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, മുൻനിരയിലേക്ക് എനിക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നിപ്പം സ്ഥാനാർത്ഥി. സ്ഥാനം അറിയിക്കുന്നതാണ്. അപ്പം നമുക്ക് സ്ഥാനം വേണ്ടത് എവിടെയാണ്? നമ്മുടെ പടച്ചറബിന്റെ മുമ്പിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നൈമിഷികമായ സംവിധാനങ്ങളാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നൈമിഷികമാണ്. നമുക്ക് സ്ഥാനം, യഥാർത്ഥ സ്ഥാനം, അതാണ് ചോദിച്ചത്. സ്ഥാനാർത്ഥികളാണല്ലോ സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കണം. നമുക്ക് സ്ഥാനം വേണ്ടത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അള്ളാഹിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന് സ്ഥാനം വേണ്ടത് റബ്ബിന്റെ മുമ്പിലാണ്. അവിടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്. എങ്കിലും നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ. ദുനിയാവിൽ നമുക്ക് ഹസനത്ത് വേണം, ആഖിറത്തിൽ നമുക്ക് നന്മ വേണം. അപ്പം ദുനിയാവ് നമുക്ക് വേണം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് ദുനിയാവ് വേണം. ഇത് കഴിഞ്ഞിട്ടാണ് ആഖിറ ഉള്ളത്. അപ്പം രണ്ടിടത്തും നമുക്ക് നന്മ വേണമെന്ന് പറയുമ്പോൾ ദുനിയാവ് ആഖിറ ഉണ്ടെന്നാണ്. അപ്പൊ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധുക്കളായ നാം ആകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളും കൂടെ ഈ പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പല പാർട്ടികളും പല നിലയിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ പറ്റി എതിർത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ന്യൂനത എടുത്തു പറയുന്നു. ഈ അടുത്ത ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പാർട്ടിയുടെ പേരെന്ന് പറയുന്നത്, ഒരു പാർട്ടിക്കാര് മറ്റേ പാർട്ടിയെ, ആ പാർട്ടിയിലെ MLA പറ്റി വളരെ മോശമായി സംസാരിക്കുന്നു. പക്ഷെ ആ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ വോട്ട് പോവുകയുള്ളൂ. ഒരിക്കലും അവർക്ക് വോട്ട് കിട്ടും. ആ പാർട്ടി വയ്ക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ട് എന്റെ പാർട്ടിക്ക് വോട്ട് അങ്ങനെ കിട്ടൂല. എല്ലാവരും ഇന്ന് പ്രബുദ്ധരാണ്. മനുഷ്യന്റെ മനസ്സറിഞ്ഞു തരേണ്ട വിലയിരുത്തലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരോടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായ പ്രജകളായി നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാണേണ്ടവരും കേൾക്കേണ്ടവരും, പരാജയമാണെങ്കിൽ വിജയമാണ്. ഒരാളെ ജയിക്കൂ. എത്ര പേര് നാളെ ഒരാളെ ജയിക്കത്തുള്ളൂ. അപ്പൊ ജയിക്കുക എന്നുള്ളത് അവരുടെ ഒരു എത്ര കഴിഞ്ഞ് വന്ന് പറഞ്ഞാലും എത്രയൊക്കെ ചിലർ പൈസ വാങ്ങി വേറെ കൊടുത്തു. ഇതൊക്കെ ഈ സ്വാഭാവികമാണ്. പക്ഷെ അതല്ല നമ്മൾ വേണ്ട. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് ഏത് പാർട്ടിയാണെങ്കിലും, മറ്റേ പേര് നമ്മൾ ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും കാണേണ്ടവരും കേൾക്കേണ്ടവരും, ഒരു മരണം വന്നാൽ നമ്മൾ ഓടിയെത്തേണ്ടവരും, ഒരു രോഗം വന്നാൽ നമുക്ക് എത്തേണ്ടവരും, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ നാട്, നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് മനോഹരിതമായ ഒരു കേരളമാണ്. സാഹോദര്യം നിലനിർത്തി സാഹോദര്യം ഊട്ടിയുറപ്പിച്ചു പോകുന്ന കേരളം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരായി പിറന്ന നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തിലും സ്നേഹത്തിലുമായി ഊഷ്മളമായ നിലയിൽ മുന്നോട്ട് ജീവിതം കൊണ്ടു. അതുപോലെ ജയിച്ചാലും പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജയിച്ചാലും തോറ്റാലും ഒരാളെ ജയിക്കുന്നവര് ആരാണെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ. അപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓടി നടന്ന് പ്രവർത്തിക്കും, നമ്മുടെ കാര്യങ്ങൾക്ക് വരുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു മകന് ഉണ്ടായി, ഒരു കുട്ടി ഉണ്ടായി, ഓടി അവിടെ വന്ന അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന, അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് നിനക്ക് വീടായില്ലേ, നിനക്ക് വീട് അവിടെ അവിടെ ഇതാക്കണം, അല്ലെങ്കിൽ നിനക്ക് കുഞ്ഞുണ്ട് അതിന്റെ ഒന്നും കൊടുത്തില്ലേ, പിന്നെ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഇതൊന്നും കിട്ടിയില്ലേ, അതൊക്കെ കൊടുക്കണം. ഇതൊക്കെ വാങ്ങിച്ച് അവന്റെ ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ നോക്കുന്ന പോലെ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ പഞ്ചായത്ത് വോട്ടിൽ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മളിലേക്ക്. അപ്പൊ ആ വോട്ട് ഓരോരുത്തരും കൊണ്ട് കൊടുക്കുമ്പോൾ വോട്ട് എല്ലാവരും ചെയ്യണം, വോട്ട് ചെയ്യേണ്ടതാണ്. അത് വളരെ ഇതാക്കുന്നതാണ്. ഒരു പാർട്ടിക്ക് ഈ ഒരു പാർട്ടി ജയിക്കുകയുള്ളൂ, ഒരു ടീമേ ജയിക്കുകയുള്ളൂ. അപ്പൊ ആ ജയിച്ചെന്നും പറഞ്ഞ് അവനോട് വ്യക്തിഹത്യ നടത്താനും സമൂഹത്തെ നടത്താനും, അല്ലെങ്കിൽ തോറ്റെന്നും പറഞ്ഞവരോട് ഒരു വൈരാഗ്യം വെച്ച് സൂക്ഷിക്കാനും അതൊന്നും പരിശുദ്ധ ദീൻ അത് പറയുന്നില്ല. എല്ലാവരും ഇതാണ് ലക്കും ദീനുക്കും വലിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ. ഇതിനകത്ത് ദീന് മതം എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ അവരുടെ മതം നേരത്തെ പറഞ്ഞല്ലോ, മതത്തിനകത്ത് ഒരു പിന്നെ മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടുള്ളതാകണം അതിന്റെ ജീവിതം. അപ്പൊ അത് മതത്തിലുള്ള, അതാണ് പരിശുദ്ധമാർന്ന ഖുർആൻ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഇറക്കപ്പെട്ട അള്ളാഹുവിന്റെ വചനം, അള്ളാന്റെ കലാം, അള്ളാന്റെ സംസാരം. അതിൽ പറയുന്നത് ലക്കും ദീനുക്കും വലിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ എന്നാ. ഞാൻ ആരാധിക്കുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിർ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദു മാ അബദ്തു. അതായത് നബിയെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ഒരിക്കലും ആരാധിക്കൂല, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കൂല. അല്ലെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നമുക്ക് LDF ഉണ്ട്, UDF ഉണ്ട്, അതേപോലെ തന്നെ PDP ഉണ്ട്, എല്ലാ NDF അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ്, ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജനനന്മയെ ആഗ്രഹിച്ച് നമുക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോഴും, ഞാനൊരു പാർട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ആ പാർട്ടിയുടെ ചില അനുയായികൾ നമ്മുടെ ഈ സാഹോദര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ താടി വെച്ചവരെല്ലാം തീവ്രവാദികളാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു കാലഘട്ടമായി ഇന്നൊരു പാർട്ടിയില്ല. ആ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ, പാർട്ടിയല്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനകത്ത് ചില മനുഷ്യരുടെ തീരുമാനമാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വറും ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാബരി പള്ളിയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും കോടതി, ഒരു സോഴ്സുകളൊന്നും തെളിയിക്കാനില്ലെങ്കിലും കോടതി പറഞ്ഞത് നിങ്ങളങ്ങ് വിട്ടുകൊടുക്കാനാണ് പറഞ്ഞത്.
ഈ പാർട്ടികളെല്ലാം തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴും ഇവരൊന്നും അതിന് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇപ്പം ഇലക്ഷൻ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവരെ കൊണ്ട് ഒന്ന് സത്യം വേർതിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ നന്മയ്ക്കുള്ള സംഭവമൊന്നും ഒരു പാർട്ടികളും മുന്നോട്ട് വന്നില്ല. അത്തരത്തിൽ അതിനെക്കുറിച്ചിട്ട് എന്തായിരിക്കും ഉസ്താദിന് മനസ്സിലായ കാര്യം മനസ്സിലായോ? അതായത് ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘം ആളുകൾ ഈ നമ്മുടെ ഈ പിന്നെ പച്ചപ്പുള്ള നമ്മുടെ ഈ കൊച്ചു കേരളം, ഈ കേരളത്തിനെ എങ്ങനെങ്കിലും കുട്ടിച്ചോറാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഒരു സംഘം ആളുകൾ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കപ്പം വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഇന്ന ഭാഗത്ത് ഇന്നനെ ഇതാക്കുക, അവർക്ക് ഇന്ന ഭാഗത്ത് ഇന്നനെ അവർ ഇതാക്കുക, അല്ലെങ്കിൽ അവർ വന്നിട്ട് മുസ്ലിം പെണ്ണുങ്ങളുമായിട്ട് പിന്നെ സ്നേഹം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് മുസ്ലിങ്ങളെ കെട്ടി ഇപ്പം തന്നെ പല ഭാഗത്തുള്ള പിന്നെ മന്ത്രിമാരും മറ്റൊക്കെ പറയും ഇന്നലെ കെട്ടുവാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കും, ഇങ്ങനൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സാഹോദര്യത്തെയും സ്നേഹത്തെയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തെയും തച്ചുടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോമ്പ് കഞ്ഞിക്കുണ്ടാക്കുന്ന കഞ്ഞി അത് നമ്മുടെ സഹോദര സമുദായപ്പെട്ടവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ കഴിക്കുന്ന ഓണസദ്യകൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം കഴിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഇതൊക്കെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവിടെ നടക്കുന്ന പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്നു. നമ്മുടെ പരിപാടികൾ, നമ്മുടെ ചടങ്ങുകൾ, മരണ ചടങ്ങുകൾ, മറ്റുള്ള ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, കല്യാണ ചടങ്ങുകൾ പങ്കെടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാഹോദര്യം ഇതിനെ തച്ചുടച്ചുകൊണ്ട്, അതായത് വർഗീയ വിഷം പരസ്പരം, അതായത് ഐക്യമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി പോകുന്ന സംവിധാനങ്ങളിൽ ഈ ഐക്യത്തെ അണയ്ക്കുക, ഈ സ്നേഹത്തെ തച്ചുടയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു അവര് വന്നാൽ ഇങ്ങനാകും, ഇവർ വന്നാൽ ഇങ്ങനാകും എന്ന് പറഞ്ഞിട്ട് ഈ വിഷം, വർഗീയ വിഷം കുത്തിക്കൊടുത്തുകൊണ്ട് ഇപ്പം സഹോദര സമുദായത്തിൽപ്പെട്ടവരിലേക്കും നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിമുകളെ സംബന്ധിച്ച് മുസ്ലിമും ഹിന്ദുവും അല്ലെങ്കിൽ മറ്റുള്ളവരും തമ്മിൽ അടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനൊരു വിങ് തന്നെ വലിയ സമ്പത്ത് വാങ്ങിക്കൊണ്ട് ഇതിങ്ങനെ വെറും വൃത്തികേടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ആ കെട്ടുറപ്പിനെ പൊളിച്ചു കളയാൻ അത് നമ്മുടെ കേരളത്തിലെ ഉള്ള ഇതുവരെയും അതിനുള്ള ഒരു ഇറങ്ങാത്തൊരു സംഭവം. അതുപോലെ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ സഹിതം, അതായത് പണം മേടിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം അങ്ങനെയുള്ള പോസ്റ്റുകളും അങ്ങനെയുള്ള വീഡിയോകളുമാണ് ഇന്ന് കൂടുതലും ബൂസ്റ്റപ്പ് ആവുന്നത്. പക്ഷെ അത് ഒരിക്കലും നമ്മൾ പണത്തിനു മീതെയായി നമ്മുടെ സാഹോദര്യം, നമ്മുടെ സ്നേഹം, നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ്. ആരാണ് നമ്മൾ വന്ന് പിടിക്കുക, ആരാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ അയൽവാസിയായ ആള് നമ്മുടെ സാഹോദര്യത്തിൽ താമസിക്കുന്നു, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ അടുത്ത് താമസിക്കുന്നു, അവരുമായി സ്നേഹത്തിനും ബഹുമാനത്തിനും അവരുടെ ജീവിതം വളരെ ശ്ലാഘനീയവും പ്രശംസനാർഹമാകുന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ വിഷം കുത്തിവെക്കുന്നത് ഒരിക്കലും അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന, അറബിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. ഇതൊക്കെ വളരെ മൃഗീയമായ ഒരു മനുഷ്യന് ചേരുന്ന പറയുന്നത് മൃഗീയമായ സ്വഭാവമാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെ. എന്തായാലും ഉസ്താദുമായിട്ടുള്ള സംഭാഷണം നമുക്ക് മതങ്ങളും രാഷ്ട്രീയവും ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലാപ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഉസ്താദിന്റെ ഏകദേശം കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനും നിങ്ങൾക്കറിയാനും ഒക്കെയുള്ള കാലത്തിനനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തായാലും ഒരു എപ്പിസോഡ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് മുഴുക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാര്യം ഖുർആനകത്ത് ഓരോ കാര്യങ്ങളും രഹസ്യമായി ഒരു മൂലയ്ക്ക് ഒരു ഭാഗവും അതിന്റെ വേറൊരു സംഗതി കൊണ്ടിട്ടേക്കുന്ന വേറെ അധ്യായത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പൊ അതിന്റെ വീക്ഷണങ്ങളും അതിന്റെ ആചാരങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഭാരതത്തിൽ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയും ഈ വർഗീയ ശക്തികൾ ഉണർന്ന് പ്രവർത്തിച്ച് തമ്മിലൊരു ഇടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഒരു സംഭവമുണ്ട്. അപ്പൊ അത് ഉസ്താദിനടിക്ക് ചോദിക്കാം. കാരണം ഈ കുട്ടി ഒരു തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ മദ്രസ പഠനത്തിന്റെ പേരിലൊക്കെ ആ കുട്ടി ഇങ്ങനെ ഇസ്ലാമിനെ വളച്ചൊടിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായി പഠിക്കേണ്ട ഒരു കാരണം, മദ്രസയിൽ ഒരു ഉറുമ്പിനെ, ഇപ്പം മറ്റുള്ള ഇതര മതസ്ഥിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം മരിക്കുമ്പോൾ അവര് ചിതയിൽ എരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തില് അത്രയൊക്കെ പൂശി വെള്ളയൊക്കെ അണിഞ്ഞ് മനുഷ്യരെടുത്തോണ്ട് പോയി അടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ മദ്രസയിലെ പഠനത്തില് ഒരു ഉറുമ്പിനെ പോലും നിനക്ക് തീ കൊണ്ട് കരിക്കാൻ പടച്ചവൻ അധികാരം തന്നിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഏതെങ്കിലും മതം പഠിക്കുന്നവനാണ് മുസൽമാൻ എന്ന് പറയുന്നത്, അല്ലാതെ പേരിന് ഏതെങ്കിലും ഖദീജയെ ബോക്കറോ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ കുറച്ച് വെള്ളയണിഞ്ഞുകൊണ്ട് ഏതെങ്കിലും മതം പഠിച്ച ഒരു മുസൽമാൻ എന്ന് പറഞ്ഞ ഒരാള് ഗോത്ര ട്രെയിനോ തീ വെക്കുമോ സാറേ? അപ്പൊ ആ ഒരു സംഭവം മുതൽ മുസൽമാൻ എന്നുള്ള ദൈവത്തെ പേടിക്കുന്ന ഒരാള്, അത് മുസ്ലിം ആകട്ടെ, ദൈവത്തെ പേടി, ദൈവഭയം. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു അള്ളാഹു ഉണ്ട്, എനിക്കൊരു ഈശ്വരനുണ്ട്, ആ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്, ആ ദൈവം ഇതെല്ലാം നോക്കുന്നുണ്ട്, ആ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്യുന്നതിന് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് പണി കിട്ടും എന്ന് ദൈവത്തെ ഭയന്ന്, സാക്ഷാൽ റബ്ബിനെ ഭയന്ന്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു അധർമ്മം ഉണ്ടാക്കാനോ, ഒരു അനീതിക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാനോ, ഒരു അനീതിക്ക് കൂട്ടു നിൽക്കാനോ, അതിനി എത്ര കണ്ടാലും, നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യൻ പറഞ്ഞില്ലേ, എന്തൊക്കെ തന്നാലും ഏതൊക്കെ സംവിധാനം ചെയ്താലും അവിടെ ഒരു SIR ഒരു കടലാസ് പോലും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ചുണക്കുട്ടികൾ അത് നമ്മുടെ സമുദായത്തിന്റെ മുൻനിരയിൽ വരണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു
ഒരു അപ്പകഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അകത്തായി പോകുന്ന വിഷയത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും അല്ല നമുക്ക് വേണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ എന്ന് പറഞ്ഞാൽ മൃഗമല്ലല്ലോ. നമ്മൾ മൃഗമല്ല, നമ്മൾ മനുഷ്യരാണ്. നമ്മൾ വായിൽ കൂടി ഭക്ഷണം കഴിച്ചു പോകുന്നവരാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന്റെ കീഴിൽ, അതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിഭേദമന്യേ സർവരും ഐക്യത്തിലും മമതയിലും സ്നേഹത്തിലും, അത് ഈ പറയപ്പെടുന്ന പോലെ അനീതി ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഒരു തമ്മിലടി ഉണ്ടാക്കാതെ ഐക്യത്തിൽ കൂടി മരിക്കും വരെയും പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ദീനും പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഇത്രയും നേരം കാര്യം അടുത്ത ഒരു 2-3 എപ്പിസോഡ് തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ അത്യാവശ്യം വേണ്ട, നിങ്ങൾക്ക് അറിയേണ്ട സംഭവമായിട്ട് തീർച്ചയായിട്ടും വരാം. അപ്പൊ എന്തായാലും ഉസ്താദന്മാര് പൊതുവെ ഇങ്ങനെയുള്ള അഭിമുഖത്തിന് വരാൻ കൂട്ടാക്കിയിരുന്നില്ല. 2-3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അവരൊക്കെ കമ്മിറ്റിക്കാരെന്തെങ്കിലും പറയും അല്ലെങ്കിൽ പുറത്താക്കും എന്നുള്ള വെറ്റിപ്പഴപ്പാണ്. അപ്പൊ അതുകൊണ്ട് അവരെയും കുറ്റം പറയാനൊക്കില്ല. അപ്പൊ എന്തായാലും ആത്മധൈര്യത്തോടു കൂടി വിളിച്ചപ്പോൾ റിജക്ട് ചെയ്യാതെ തീർച്ചയായിട്ടും തന്നെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി സംവദിക്കാനെത്തിയ പ്രിയപ്പെട്ട ഉസ്താദിന് ഒരുപാട് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ബഹുമാനപ്പെട്ട മനാഫ് സാഹിബിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ, എന്താ അതിന്റെ പേര്, ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു വഴിയിൽ എനിക്ക് വരാനും സംസാരിക്കാനും, ഞാനിത് പറഞ്ഞ നമ്മൾ പച്ചയെ പരിചയമാണ് അതിന് സംസാരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് നമ്മൾ റബ്ബിനെ പേടിക്കുന്നുള്ളൂ, നമുക്ക് അള്ളാഹെ പേടിയുള്ളൂ, അള്ളാഹെ പേടിക്കത്തുള്ളൂ. മരിക്കും വരെ അള്ളാഹെ പേടും. നമ്മളൊരാളെ വാപ്പാന്ന് വിളിക്കാറുള്ളൂ, അത് മരിക്കും വരെ അദ്ദേഹത്തെ വാപ്പാന്ന് വിളിക്കുള്ളൂ എന്നുള്ള നമ്മുടെ ആ ഒരു ഉറച്ച നിലപാടാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് ഇതൊന്നും എന്ത് കണ്ടാലും നമുക്കൊന്നും റബ്ബിനെ പേടിക്കുന്ന, അള്ളാഹിന്റെ കോടതിയിൽ ചെല്ലുക, മഹ്ശറയിലെത്തുക, അവിടെ നമ്മൾ പഠിക്കുന്ന ഒരിജാൻ മുകളിൽ സൂര്യൻ നിൽക്കുക, അവിടെ എല്ലാവരും ഒരുമിക്കുക, അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുക, അവിടെ നമ്മൾ പൊറുതിമുട്ടുക, അവിടെ റബ്ബിന്റെ സഹായം ഉണ്ട്. ഈ റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. റബ്ബിനെ അടിയുറച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അതാരുമാകട്ടെ, ദൈവത്തെ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈഷമ്യം ഉണ്ടാകുന്ന ഒരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരാളെ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു മോശം പറയാനോ ഒരിക്കലും സാധിക്കില്ല. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ. പടച്ചറബിന്റെ സഹായവും അവന്റെ പൊരുത്തവും ഗുരുത്വവും ഒക്കെ നമുക്കുണ്ടാകുകയും നമുക്കൊക്കെ അള്ളാഹു നല്ല മരണവും നല്ല സംവിധാനവും നല്ല ജീവിതവും ഒക്കെ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്കൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള പിന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉസ്താദിന്റെ അടിക്ക് അത് കറക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയുള്ള എപ്പിസോഡിൽ കാണാം. അതുവരെയും